ഹലോ, ഇവരെല്ലാം ഈ എങ്ങോട്ടായി പോകുന്നത്? എവിടെയെങ്കിലും സദ്യ കൊടുക്കുന്നുണ്ടോ? എന്നാലേ സദ്യ കൊടുക്കല്ല കേട്ടോ, ഇവരെല്ലാവരും കാരമലയിലേക്കാണ് പോകുന്നത്. ഞങ്ങളും അങ്ങോട്ടാ. അവിടെ പുതിയതായിട്ട് ചിൽഡ്രൻസ് ആൻഡ് അഡ്വഞ്ചർ പാർക്ക് ഇന്ന് ഉദ്ഘാടനമാണ്. ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം കഴിക്കുന്നത്. അപ്പം നമുക്കൊന്ന് കാണണ്ടേ? സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല എൻ്റെ ഹൈലൈറ്റ്സ്. എൻ്റെ കൂടെ എൻ്റെ മോനുണ്ട്, അവനൊന്ന് പാർക്കൊക്കെ ഒന്ന് കാണണം, ഒന്ന് അടിച്ചു പൊളിക്കണം. ഞങ്ങൾ ബസ്സിലാണേ വന്നത്. കുറച്ച് ദൂരം മാത്രമേ നടക്കാനുള്ളൂ എന്ന് വെച്ചിട്ട് ബസ് ഇറങ്ങിയിടാം. ഇതിപ്പോൾ നടന്ന് കാല് വേദനിക്കാൻ തുടങ്ങി. അതേ കാണുന്നുണ്ട്, നമ്മൾ ഏകദേശം എത്താറായിട്ടോ. കണ്ണാ എത്തിയിട്ടോ. അവനാകെ എക്സൈറ്റഡ് ആണ്, കാരണം ചിൽഡ്രൻസ് പാർക്കാണല്ലോ, അവർക്കായിരിക്കുമല്ലോ കൂടുതലും. അങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം അടുത്തെത്തി. ഇവിടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്റ്റേജൊക്കെ സൂപ്പർ, ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് മന്ത്രി വരുന്ന സമയത്ത് ഇരിക്കാനായിട്ട്. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഇതിനകത്ത് ഞാൻ മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് കണ്ടതാണ്. ഒത്തിരി ആൾക്കാരുണ്ട് അതിനകത്ത്. അങ്ങനെ നമ്മളിതാ കാരമല ചിൽഡ്രൻസ് അഡ്വഞ്ചർ പാർക്കിലേക്ക് കയറുകയാണ്. പണി ഇപ്പോഴും തീർന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്, പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എവിടെ കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഇതേ കാണുന്നുണ്ട്. കുട്ടികളിവിടെ ഗംഭീരമായി കളിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ വളരെ എക്സൈറ്റഡ് ആണ്. കണ്ണാ വരൂ കളിക്കാം നമുക്ക്. ഇവിടെ ജമ്പറൊക്കെ ഉണ്ട്, അപ്പം നമുക്ക് ജമ്പ് ചെയ്ത് കളിക്കാം. അങ്ങനെ ഞങ്ങൾ താഴോട്ട് പോയപ്പോൾ അവിടെ സ്വിമ്മിങ് പൂള് കണ്ടു. അതിപ്പോൾ ഓപ്പണൊന്നും അല്ല തോന്നുന്നു, നല്ല വെള്ളമൊന്നും അല്ല. പിന്നെ കുട്ടികളൊക്കെ തൂങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പതിയെ നടന്ന് താഴോട്ട് പോവുകയാണ്. ഒത്തിരി പേരുണ്ട് ഇവിടെ, എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് താഴേക്കെത്തി. കണ്ണൻ ഏതിലാണ് കയറുക എന്നൊരു സംശയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുന്നുണ്ട്. അവനങ്ങനെ തൂങ്ങാൻ വേണ്ടി ഒരു സൈഡിലേക്ക് പോവാൻ തുടങ്ങി. എന്തോ ഞങ്ങൾ ചെയ്യുമെന്ന ഉദ്ദേശത്തിൽ പോയി. എന്നിട്ട് എന്താണെന്നറിയില്ല, അവനത് അങ്ങോട്ട് സെറ്റായില്ല എന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ തിരിഞ്ഞു. ഫസ്റ്റല്ലേ, കുഴപ്പമില്ല. ഞങ്ങൾ തിരിഞ്ഞ് അങ്ങനെ ഇനി എന്താണ് ഇവിടെ ഉള്ളതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ താഴേക്ക് പോയി. അവിടെ ഫുള്ളും എല്ലാ കുട്ടികളും കളിച്ചിട്ട് ഒരു ഗ്യാപ്പും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ എങ്ങോട്ടായി പോകുന്നത്? അതേ വല്യമ്മയും താത്തയൊക്കെ പോകുന്നു. എൻ്റെ കൂട്ടത്തിൽ വന്നവരാണ് ഇവർ. ഈ സ്വിമ്മിങ് പൂളിൽ മീനില്ലല്ലോ. അങ്ങനെ നടന്ന് അടുത്തതിലേക്ക്. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ, ഒടുക്കത്തെ വെയിലാണ്. എവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാത്തിലും കുട്ടികൾ കയറി നന്നായി കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രം കളിക്കുന്നില്ല. എന്നോടല്ലേ ഞാൻ കളിക്കാൻ പറഞ്ഞത്. ഒത്തിരി കുട്ടികൾ സുഖമായി ആടുന്നുണ്ട്. എനിക്കതൊന്നും ഇഷ്ടമല്ല. എനിക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്ടം. ശരി നടക്ക്, നമുക്ക് പോവാം. ഇനി എങ്ങോട്ടാ പോണത്? അവിടെ കുട്ടികളൊന്നും ഇല്ല തോന്നുന്നു, അങ്ങോട്ട് പോവാം. കയറിക്കോ, കയറി. 2 കുട്ടികളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കണ്ണനും കയറി. Love me, Matthew? I do. Honestly? Yes. Secretly, but honestly.
No more secrets. കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയി. അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു. ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി. അപ്പം ദേ MLAയുടെ വണ്ടി വരുന്നു. MLA വന്നെത്തി. MLA വന്നു. കുട്ടികളൊക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു ചെയറിൽ പോയിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചെയറിൽ പോയിരുന്ന് മന്ത്രി വന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് സമയം ഇപ്പം 5:30 ആയിട്ടോ. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാലമര കുട്ടികൾക്ക് അടിപൊളിയായി എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്കാണ്. മന്ത്രി എത്തി. ഇനി മന്ത്രി പാർക്കൊക്കെ കാണാൻ വേണ്ടിയാണ് തോന്നുന്നു പോകുന്നത്. നേരെ പാർക്കിനകത്തേക്കാണ് പോകുന്നത്. മന്ത്രി എത്തി. മന്ത്രി പാർക്ക് സന്ദർശിക്കാൻ വേണ്ടി കയറി. ഇനി അടുത്തതായി മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. വിളക്ക് തിരി കത്തിച്ച് ഉദ്ഘാടിച്ചതായി പ്രഖ്യാപിച്ചു. അങ്ങനെ നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി അധിക സമയം ഇവിടെ ഇരിക്കാൻ പറ്റില്ല. സമയം 6 മണി കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് പതുക്കെ വിട്ടാലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിൽ